ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ നമ്മുടെ ചൂരിദാറിൻ്റെ ഒക്കെ നെക്ക് തയ്ച്ചതിന് ശേഷം നമ്മൾ എങ്ങനെയാണ് ഷോൾഡർ നമ്മൾ ജോയിൻറ്റ് ചെയ്യുക എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചു തരുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മളിതിൻ്റെ നെക്ക് നമ്മളിതുപോലെ കട്ട് ചെയ്ത് നമ്മൾ ക്യാൻവാസ് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. സെൻറ്റർ ഭാഗം നമ്മളിതുപോലെ കറക്റ്റ് മാർക്ക് ചെയ്യുക. ഇവിടെ കണ്ടോ, നമുക്ക് 6.25 ഇഞ്ചാണ് നമ്മുടെ നെക്കിൻ്റെ വൈഡ് കൊടുത്തിരിക്കുന്നത്. 6.25 ഇഞ്ചാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഈ ഒരു ക്യാൻവാസിൻ്റെ ഈ ഒരു സൈഡ് നമ്മൾ എക്സ്ട്രാ കൊടുത്തിട്ടുള്ള തുന്നത്തുണി കൊണ്ട് ഇതുപോലെ മടക്കി തയ്ച്ചെടുക്കുക. കേട്ടോ, ഇതുപോലെ മടക്കി കൊടുത്ത് ഇതുപോലെ തയ്ച്ചെടുക്കുക. കേട്ടോ, ഇവിടെ നമ്മൾ കൂടുതൽ വീതിയിലൊന്നും തുന്നത്തുണി കൊടുക്കാൻ പാടില്ല. ഒരു 1/4 ഇഞ്ച് നമുക്ക് മടക്കി തയ്ക്കാനുള്ള ആ ഒരു തുണി മാത്രം ഇവിടെ കൊടുത്താൽ മതി. അപ്പോൾ നമ്മളിത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ സെൻറ്റർ ഭാഗമാണിത്. കേട്ടോ, നമ്മുടെ ഷോൾഡറിൻ്റെ സെൻറ്റർ ഭാഗമാണിത്. ആ ഒരു സെൻറ്റർ ഭാഗത്ത് നമ്മൾ ഈ ഒരു സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു നെക്കിനെ ഇതുപോലെ വെക്കുക. നമ്മുടെ ചൂരിദാറിൻ്റെ ടോപ്പിൻ്റെ നല്ല വശം മുകളിൽ വരുന്ന രീതിയിൽ വെച്ചിട്ടാണ് ഇത് കൊടുക്കേണ്ടത്. നമുക്ക് ഇവിടെ കണ്ടോ, ഇതുപോലെ തുണികൾ തെന്നിമാറി പോകുന്നത് കൊണ്ട് നമുക്കിവിടെ ഒന്ന് പിൻ ചെയ്ത് കൊടുത്ത് നമ്മൾ ഇതുപോലെ ഈ ഒരു സൈഡിൽ കൂടി കണ്ടോ, നമ്മുടെ ക്യാൻവാസിൻ്റെ മുകളിൽ ടച്ച് ചെയ്യാതെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. നമുക്ക് ആവശ്യമുള്ള ഡിസൈനിൽ നമുക്കിത് തയ്ച്ചെടുക്കാവുന്നതാണ്. നമ്മൾ ടോപ്പിൻ്റെ നല്ല വശം മുകളിൽ വരുന്ന രീതിയിൽ വെച്ച് അതിൻ്റെ മുകളിലാണ് ഈ ഒരു പീസ് വെച്ച് കൊടുക്കേണ്ടത്. കേട്ടോ, ഇതുപോലെ വെച്ച് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുക. അതിനുശേഷം നമ്മളിവിടെ നമുക്ക് ആവശ്യമുള്ള തുന്നത്തുണി ഒരു 1/4 ഇഞ്ച് തുന്നത്തുണി വെച്ച് ബാക്കി ഭാഗങ്ങൾ നമ്മൾ കട്ട് ചെയ്ത് മാറ്റുക. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മൾ അതിനുശേഷം നമ്മൾ ഇതുപോലെ ചെറിയ കട്ടിങ് കൊടുക്കുക. എന്നാൽ മാത്രമേ നമുക്ക് നെക്ക് നല്ല വൃത്തിയോടുകൂടി നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കഴിയുകയുള്ളൂ. അതിനുശേഷം ഈ ഒരു ഭാഗത്തെ ഇതുപോലെ ഉൾവശത്തേക്ക് ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കുക. കണ്ടോ, നമ്മൾ ഈ ഒരു ക്യാൻവാസ് ഒട്ടിച്ചെടുത്ത് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഭാഗം മറിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഇവിടെ നിന്ന് ഈ ഒരു സൈഡിൽ കൂടി നമ്മളൊരു സ്റ്റിച്ചിങ് കൊടുക്കുക. കണ്ടോ, നല്ല വശം മുകളിൽ വെച്ച് ഈ ഒരു സൈഡിൽ കൂടി ഒരു സ്റ്റിച്ചിങ് കൊടുക്കുന്നു. കണ്ടോ, ഇതുപോലെ നമ്മുടെ ആ ഒരു ഷേപ്പിനനുസരിച്ച് നമുക്ക് സ്റ്റിച്ചിങ് കൊടുക്കാം. കേട്ടോ, ഇതുപോലെ കേട്ടോ, ഇങ്ങനെ സ്റ്റിച്ചിങ് കൊടുക്കുന്നു. നമുക്ക് ഈ ഒരു ഭാഗമുണ്ടോ, നമ്മുടെ ഉൾവശത്ത് വരുന്ന ഈ ഒരു ഭാഗം, ആ ഒരു പീസിനെ നമുക്ക് പ്രസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാം. ഇതിനെ നമ്മൾ ഇതുപോലെ മുകളിൽ നമ്മുടെ ആ ഒരു ക്യാൻവാസിൻ്റെ ഭാഗം ഉള്ളിൽ വരുന്ന രീതിയിൽ വെച്ച് കറക്റ്റ് അളവിൽ നമ്മൾ ഇതുപോലെ മുകളിൽ കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാറ്. കേട്ടോ, ഇതുപോലെ പ്രസ് ചെയ്തുകൊണ്ട് ഇതുപോലെ എല്ലാ സ്ഥലത്തും ഒരേ അളവിൽ വരുന്ന രീതിയിൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. കണ്ടോ, കറക്റ്റ് വെച്ച് കൊടുത്ത് ഇത് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു. അപ്പോൾ നമ്മുടെ ക്യാൻവാസിൻ്റെ ഉൾവശത്തുള്ള പീസ് നമുക്കത് ബോഡിയായിട്ട് ടച്ചായി നല്ല വൃത്തിയോടുകൂടി തയ്ച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് പീസാണ്. അപ്പോൾ ബാക്ക് പീസിൽ നമ്മുടെ ഇവിടെ ഷോൾഡർ ഭാഗത്ത് നമ്മുടെ സെൻറ്റർ ഭാഗം നേരെ കറക്റ്റ് വെച്ച് നമ്മുടെ സെൻറ്റർ ഭാഗം ഇവിടെ മാർക്ക് ചെയ്യുക. കണ്ടോ, ഈ ഒരു മാർക്ക് ചെയ്യുന്നു. ഇനി നമുക്ക് 6.25 ഇഞ്ചാണ് നമ്മൾ വൈഡ് കൊടുത്തിരുന്നത്. അപ്പോൾ നമുക്ക് നേർപകുതി 3 പോയിന്റിൽ ഒരു മാർക്കിംഗ് കൊടുക്കുക. അതുപോലെ ഇവിടെയും 3 പോയിന്റിൽ ഒരു മാർക്കിംഗ് കൊടുക്കുന്നു. 6.25 നേർപകുതി കറക്റ്റ് 3 പോയിന്റിലുമാണ് മാർക്ക് കൊടുക്കുന്നത്. അതുപോലെ നമ്മൾ ഇറക്കം നമുക്ക് ആവശ്യമുള്ള രീതിയിൽ മാർക്ക് ചെയ്യാം. നമ്മളിവിടെ 5 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. കേട്ടോ, ഇതുപോലെ മാർക്ക് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കുക. കണ്ടോ, റൗണ്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇവിടെ നമ്മൾ കണ്ടോ, ഇതാണ് നമ്മുടെ മാർക്കിംഗ് വരുന്നത്. നമ്മുടെ നെക്കിൻ്റെ വൈഡ് വരുന്നത് അതാണ്, ആ ഒരു മാർക്കിങ്ങിലാണ്. ഇവിടെ നമ്മളൊരു 1/4 ഇഞ്ച് തുന്നത്തുണി കൊടുത്ത് അതുപോലെ തന്നെ ഇവിടെയൊക്കെ 1/4 ഇഞ്ച് തുന്നത്തുണി വരുന്ന രീതിയിൽ വെച്ച് ബാക്കി ഭാഗം നമ്മൾ കട്ട് ചെയ്ത് മാറ്റുക. കണ്ടോ, ഇതുപോലെയാണ് നമുക്ക് കിട്ടുക. അതിനുശേഷം നമ്മൾ ഈ ഒരു പീസ് നമ്മൾ എടുത്ത് അതിനെ നമ്മൾ ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഇതുപോലെ നേരെ മടക്കി കൊടുത്ത് ഇവിടെ നമ്മൾ ഈ ഒരു കഴുത്തിൻ്റെ പീസിനെ ഇതുപോലെ വെച്ച് കൊടുക്കുക. നമ്മുടെ നെക്കിനെ ഇതുപോലെ കറക്റ്റ് വെച്ച് കൊടുത്ത് നമ്മുടെ നെക്കിൻ്റെ വൈഡൊക്കെ ഒന്ന് കറക്റ്റ് ചെക്ക് ചെയ്തതിന് ശേഷം നമ്മൾ കറക്റ്റായിട്ട് ഇവിടെ നിന്ന് ഈ ഒരു പീസ് കട്ട് ചെയ്തെടുക്കുന്നു.
എന്നിട്ട് നമ്മുടെ നെക്കിൻ്റെ റൗണ്ടിനനുസരിച്ച് കണ്ടോ ഇതുപോലെ നെക്കിൻ്റെ റൗണ്ടിനനുസരിച്ച് കറക്റ്റ് കട്ട് ചെയ്തെടുക്കുക. കണ്ടോ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നു. ഇനി നമുക്ക് ഈ ഒരു പീസിൽ ഇവിടെ കണ്ടോ ഇവിടെ നിന്ന് നമ്മളൊരു 1.5 ഇഞ്ച് വീതിയിൽ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. 1.5 ഇഞ്ച് വീതിയാണ് നമ്മൾ എടുക്കുന്നത്. ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. കണ്ടോ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്ത് നമ്മൾ ഈ ഒരു പീസ് കട്ട് ചെയ്തെടുക്കുക. കണ്ടോ ഇതുപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് കണ്ടോ ഇതുപോലെയാണ് കിട്ടുക. നമ്മുടെ റൗണ്ടിൽ ഇതുപോലെയാണ് കിട്ടുക. ഇനി നമ്മൾ ഈ ഒരു പീസിൻ്റെ സൈഡ് വശം ഈ ഒരു സൈഡ് വശം നമ്മൾ ഒരു 1/4 ഇഞ്ച് വീതിയിൽ നമ്മൾ മടക്കി തയ്ക്കുക. കണ്ടോ ഇതുപോലെ സൈഡിൽ കൂടി എല്ലാ സ്ഥലത്തും ഒരേ വീതിയിൽ ഇതുപോലെ മടക്കി തയ്ക്കുന്നു. കണ്ടോ ഇതുപോലെ തയ്ക്കുന്നു. അപ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും. ഇനി നമ്മൾ നമ്മുടെ ടോപ്പിൻ്റെ ബാക്ക് പീസിൻ്റെ നല്ല വശം നമുക്ക് ഇതുപോലെ മുകളിൽ വരുന്ന രീതി, ഇത് നമ്മുടെ ഉൾവശമാണ്. അപ്പോൾ ഇത് നമ്മുടെ നല്ല വശമാണ്. അപ്പോൾ നല്ല വശം നമുക്ക് ഇതുപോലെ മുകളിൽ വരുന്ന രീതിയിൽ വെച്ച് നമ്മൾ ഈ ഒരു കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു നെക്ക് പീസിന് കണ്ടോ ഇതുപോലെ വെക്കുക. ഇതുപോലെ വെച്ചതിന് ശേഷം ഇവിടെ നിന്ന് നമ്മുടെ ആ ഒരു അളവിൽ കറക്റ്റ് നമുക്ക് ഒരു പ്രഷർ ബിഡിൻ്റെ വീതിയിൽ നമ്മൾ 4 ഇഞ്ചാണ് തുന്നത്തുണി കൊടുത്തിരിക്കുന്നത്. അതിനനുസരിച്ച് കറക്റ്റ് നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. കണ്ടോ എല്ലാ സ്ഥലത്തും ഒരേ രീതിയിൽ തുന്നത്തുണി പിടിച്ച് കറക്റ്റായി നമ്മളിതുപോലെ കണ്ടോ ഈ ഒരു രീതിയിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു. അതിനുശേഷം നമ്മൾ ഇവിടെയൊക്കെ നമ്മുടെ ഫ്രണ്ട് ഭാഗത്ത് ചെയ്തതുപോലെ തന്നെ ഇവിടെയൊക്കെ നമ്മളൊരു കട്ടിങ് കൊടുക്കുന്നു. കണ്ടോ ഈ ഒരു സ്റ്റിച്ച് കട്ട് ചെയ്ത് പോകാതെ ശ്രദ്ധിച്ച് ഇതുപോലെ ചെറിയ ചെറിയ കട്ടിങ്ങുകൾ കൊടുക്കുക. കണ്ടോ ഇതുപോലെ കട്ടിങ് കൊടുക്കുന്നു. നമ്മുടെ ഈ ഒരു ഷോൾഡർ ഭാഗം കണ്ടോ അത് നമ്മൾ കറക്റ്റ് ചെയ്യണം. കണ്ടോ നമ്മുടെ ആ ഒരു നെക്ക് പീസും നമ്മുടെ ഷോൾഡറും കറക്റ്റ് തുന്നത്തുണിയൊക്കെ കറക്റ്റാണെന്ന് ചെക്ക് ചെയ്ത് ഫിനിഷിങ്ങിൽ കട്ട് ചെയ്തെടുക്കുക. ഇനി അതിനുശേഷം നമ്മൾ ഇതുപോലെ നല്ലവണ്ണം ഒന്ന് നഖം വലിച്ചു കൊടുത്ത് ഇതിനെ ഇതുപോലെ കണ്ടോ നിവർത്തി ഇതുപോലെ വെക്കുക. കണ്ടോ ഈ ഒരു പീസിനെ ഇതുപോലെ വെക്കുന്നു. ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ഫ്രണ്ട് പീസിനെ കണ്ടോ ഈ ഒരു പീസ് ഇവിടെ വെച്ച് ഫ്രണ്ട് പീസിൻ്റെ കണ്ടോ നമ്മുടെ ഉൾവശമാണിത്, മുകളിൽ കാണുന്നത് ഉൾവശമാണ്. അപ്പോൾ നമ്മുടെ ബാക്ക് പീസിൻ്റെ നല്ല വശവും ഫ്രണ്ട് പീസിൻ്റെ നല്ല വശവും ഇതുപോലെ വെച്ച് കണ്ടോ നമ്മുടെ ഇവിടെ നിന്ന് നമ്മുടെ ഷോൾഡർ സ്റ്റിച്ച് ചെയ്യുക. കണ്ടോ എന്നിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ഇവിടെ കണ്ടോ ആ ഒരു ബാക്ക് പീസിൻ്റെ നെക്ക് പീസ് കണ്ടോ ഇതുപോലെയാണ് വെച്ച് അതിനുശേഷം ഈ ഒരു പീസിനെ മുകളിലേക്ക് കവർ ചെയ്ത് കൊടുക്കുക. കണ്ടോ ഇതുപോലെ കവർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പീസിൻ്റെ ഉൾവശമാണ് നമ്മൾ മുകളിൽ കാണുന്ന ഭാഗം. ഇനി നമ്മൾ ഈ ഒരു പീസിനെ നെക്ക് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ആ ഒരു സ്ഥലത്ത് കറക്റ്റ് വെച്ച് കൊടുത്ത് നമ്മുടെ ആ ഒരു നെക്ക് സ്റ്റിച്ച് ചെയ്ത പീസിനെ ഇതിൻ്റെ മുകളിലേക്ക് കവർ ചെയ്ത് വെച്ച് കൊടുക്കുക. കണ്ടോ എന്നിട്ട് നമ്മൾ ഇതുപോലെ സ്റ്റിച്ചിങ് ചെയ്യുക. ഇനി നമുക്കിവിടെ ഈ ഒരു സ്റ്റിച്ചിൻ്റെ മുകളിൽ കൂടി നമുക്ക് ഒരു സ്റ്റിച്ച് കൂടി കൊടുക്കാവുന്നതാണ്. കണ്ടോ ഈ ഒരു സ്റ്റിച്ചിൻ്റെ മുകളിൽ കൂടി തന്നെ ഒരു സ്റ്റിച്ച് കൂടി കൊടുക്കുക. ഷോൾഡറൊക്കെ എപ്പോഴും 2 സ്റ്റിച്ച് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഇനി നമ്മൾ ഇവിടെ കണ്ടോ ഒന്ന് ഓവർലോക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ മറിച്ചിടുന്നു. കണ്ടോ ഇതുപോലെ മറിച്ചിടുന്നു. അപ്പോൾ നമുക്ക് ആ ഒരു നെക്കിൻ്റെ സൈഡ് വശമൊക്കെ നല്ല വൃത്തിയോടുകൂടി തുന്നത്തുണിയൊന്നും പുറത്ത് വരാതെ രീതിയിൽ ഇതുപോലെ കിട്ടും. കണ്ടോ ഇനി നമുക്ക് ഇതുപോലെയാണ് കിട്ടുക. കണ്ടോ ഈ ഒരു ഭാഗം ഇതുപോലെ നമുക്ക് ഇങ്ങനെ കിട്ടും. ഇനി നമ്മുടെ ഈ ഒരു നെക്കിൻ്റെ ഈ ഒരു പീസിനെ കണ്ടോ നമ്മൾ ഈ ഒരു പീസിനെ നമ്മൾ ഇതുപോലെ നല്ലവണ്ണം ഒന്ന് ഉൾവശത്തേക്ക് വെച്ച് നല്ലവണ്ണം ഒന്ന് നഖം വലിച്ചു കൊടുക്കുക. കണ്ടോ ഇതുപോലെ ഇവിടെയൊക്കെ കറക്റ്റ് വെച്ച് കൊടുത്ത് ഒന്ന് നല്ലവണ്ണം ഒന്ന് നഖം വലിച്ചു കൊടുക്കുക. ഇനി നമുക്ക് ഈ ഒരു നെക്കിൻ്റെ ബാക്ക് പീസിൻ്റെ കണ്ടോ ഈ ഒരു ഭാഗം കണ്ടോ ഇതുപോലെയാണ് ഉണ്ടാകുക. ഈ ഒരു പീസിൻ്റെ ഈ ഒരു സൈഡിൽ കൂടി നമുക്ക് ഹെമ്മിങ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതുപോലെയാണ് നെക്ക് തയ്ച്ചതിന് ശേഷം ഷോൾഡർ ഫിറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.